ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ആയില്യം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് പൊതുവായ ഫലമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമമായ ജ്യോതിഷിയെ കാണിച്ച് രാശിചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ 2025 ആണ്ട് ജൂൺ മാസം ഈ ആയില്യം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നടക്കുന്നു. എന്നാൽ കുറച്ച് ദോഷഫലം കൂടുതലായിട്ടുള്ള സമയമാണ്. ഇതിലെടുത്തു പറയേണ്ടത് നിങ്ങളുടെ അക്ഷീണമായ പരിശ്രമം മൂലം നഷ്ടങ്ങളൊക്കെ ഒരുവിധം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ കോപം നിയന്ത്രിക്കാൻ കഴിയാതെ വരും. നിങ്ങൾ കോപം കൊണ്ട് ദേഷ്യം കൊണ്ട് കലിതുള്ളുന്നൊരു പ്രവണത കാണുന്നുണ്ട്. ശുക്രചന്ദ്രന്മാരുടെ അനുഗ്രഹം കൊണ്ട് ധനയോഗമൊക്കെ നിങ്ങൾക്ക് പുഷ്ടിപ്പെടും. ധനാഗമനമൊക്കെ ഉള്ളതാണ്. കയ്യിൽ കാശൊക്കെ ഉണ്ടാവും. വിവാഹ ചിന്തനം ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം അന്യദേശത്തു നിന്നും വിവാഹ ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. എടുത്തു പറയേണ്ടത് മുൻകോപവും ക്ഷമയില്ലായ്മയും നിങ്ങൾക്ക് ദോഷഫലം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ദേഷ്യം ഒന്ന് കുറക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ക്ഷമ എത്രത്തോളം ക്ഷമിക്കാമോ അത്രത്തോളം ക്ഷമിക്കുക. ഈ സമയത്ത് നിങ്ങളുടെ സമയം അത്ര നല്ലതല്ല. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഗുണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പോൾ ക്ഷമയോടെ പെരുമാറുക. നിങ്ങൾ കടുത്ത വിമർശനങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നതാണ് ഈ മാസം. നിങ്ങളുടെ ഇഷ്ടത്തോഴരുടെ പ്രവൃത്തികൾ മനസ്സ് സദാ വേദനിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകുന്നതാണ്. നിങ്ങൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന സമയമാണ്. കുറച്ച് വിശ്വാസത്തിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുന്നതാണ്. സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി പല വിട്ടുവീഴ്ചകളും നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ദമ്പതിഭാവത്തിലും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരും. ധനപരമായ ഇടപാടുകളിലൊക്കെ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ്. ചിലയിടത്തു നിന്നൊക്കെ കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ദൂരത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ധനവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിക്കുക. സന്താനങ്ങളുടെ വിവാഹത്തിന് യോഗം കാണുന്നുണ്ട്. നിങ്ങളുടെ സന്താനങ്ങൾക്ക് വിവാഹചിന്തനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം നന്നായിട്ട് ആലോചിക്കാവുന്നതാണ്. നല്ലൊരു ജ്യോതിഷിയെ കണ്ട് വേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും സന്താനങ്ങൾക്ക് വിവാഹം നടക്കുന്നതാണ്. കുടുംബ സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട്. വ്യവഹാരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതായിട്ടുള്ള സ്വത്തുക്കളാണെങ്കിലും ഈ സമയത്ത് വിധി ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട്. നിങ്ങൾ പൊതുകാര്യങ്ങൾക്ക് വേണ്ടി സമയവും പണവും ചിലവഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉറ്റമിത്രങ്ങളെ പോലും തള്ളിപ്പറയാനുള്ളൊരു പ്രവണത ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ ഭാവി ചിന്തകൾ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവും. നിങ്ങൾക്ക് ഉദരരോഗം സ്ഥിരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ്. തുടങ്ങുമ്പോൾ തന്നെ സ്വയം ചികിത്സയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലൊരു വൈദ്യനെയോ അല്ലെങ്കിൽ ഡോക്ടറെയോ ഒക്കെ കണ്ട് മരുന്ന് സേവിക്കുകയായിരിക്കും നല്ലത്. കഴിയാവുന്ന ഈ മാസങ്ങളിൽ പുറത്തുനിന്നുള്ള ആഹാരം, ഹോട്ടലിൽ നിന്നുള്ള ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കുക. നോൺ വെജുകൾ, മാംസാഹാരങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കഴിയാവുന്നതും സസ്യാഹാരങ്ങൾ, അത് കഴിയാവുന്നതും വീട്ടിൽ നിന്ന് പാകം ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിക്കുകയൊക്കെ ആയിരിക്കും ഈ സമയത്ത് നല്ലത്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ളൊരു അവസ്ഥ കാണുന്നതാണ്. ചിലരുടെയൊക്കെ ഇടപെടൽ മൂലം ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. നിങ്ങൾ ചിലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു സമയമാണ്. ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളൊക്കെ ഏറെക്കുറെ നിങ്ങൾ പരിഗണിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഈ സമയത്ത്. തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങളിൽ ദോഷാനുഭവങ്ങളും കുറച്ചൊക്കെ ഉള്ള സമയമാണ്. പ്രത്യേകിച്ച് ദേഷ്യം ഒന്ന് കുറയ്ക്കേണ്ടതാണ്. നിങ്ങളുടെ ഗുണാനുഭവങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് നിങ്ങൾ വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലൊക്കെ ദേവീക്ഷേത്രം ദർശിക്കേണ്ടത് അത്യാവശ്യമാണ്. ദേവീക്ഷേത്രം ദർശിക്കുക, കൊടുത്ത് വെളുത്ത പൂക്കൾ നൽകുക, വെള്ള പട്ട് ദേവിക്ക് നൽകുക, പട്ടും താലിയും നൽകുക, കരിക്കും വെള്ളം കൊണ്ട് അഭിഷേകം നടത്തുക, ദേവിക്ക് ഉടയാടകൾ സമർപ്പിക്കുക, വെളുത്ത പായസം സമർപ്പിക്കുക, പാലഭിഷേകം നടത്തുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ദേവീ കീർത്തനങ്ങൾ, ലളിതാ സഹസ്രനാമം ദിവസവും ഉരുവിടുക. രാവിലെ എഴുന്നേറ്റിട്ട് ഉരുവിടുക. ഇനി അത് വായിക്കാനുള്ള സമയം കിട്ടുന്നില്ലെങ്കിൽ മൊബൈലിൽ പ്ലേ ചെയ്താലും മതി. ദിവസേന അത് കേൾക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണാനുഭവങ്ങളുടെ മാറ്റം വർദ്ധിക്കാൻ ഉപകാരമാണ്.
ദേവീ കീർത്തനങ്ങൾ ദിവസവും ചൊല്ലുക, സന്ധ്യാനാമത്ത് ചൊല്ലുക, ഒപ്പം ദേവീ കീർത്തനങ്ങൾ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാലം ഒരുവിധം അനുകൂലമാകാൻ സാധ്യതയുണ്ട്, സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പക്കപ്പിറന്നാൾ, അതായത് മാസത്തിലുണ്ടാകുന്ന ആയില്യനാളിലെ പിറന്നാളിന് സർപ്പാരാധന നടത്തുന്നതും ഗുണകരമായിരിക്കും. ഏവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിൽ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.